ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തമിഴിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് വിജയ് സേതുപതി നായകനെത്തിയ മഹാരാജ. ഒരു ക്രൈം ത്രില്ലർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മഹാരാജ വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമ എന്നൊരു പ്രത്യേകതയോടെയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. റിലീസിന് മുന്നേ തന്നെ മികച്ചൊരു പ്രീ റിലീസ് ഹൈപ്പ് നേടിയെടുത്ത സിനിമയ്ക്ക് ഒരു ദിവസം മുന്നേ തമിഴ്നാട്ടിൽ പ്രിവ്യൂ ഷോ നടന്നിരുന്നു. അത് പ്രകാരം സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് നേടിയെടുത്തത് എന്ന് ഇന്നലെ പ്രേക്ഷകർ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ അതേ അഭിപ്രായങ്ങൾ തന്നെയാണ് ആദ്യ ഷോയ്ക്ക് ശേഷം വിജയ് സേതുപതിയുടെ മഹാരാജ നേടിയെടുത്തിരിക്കുന്നത്. റിവ്യൂ ഷോ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 2024 എന്ന ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമ എന്നൊരു അഭിപ്രായം കൂടിയാണ് മഹാരാജ നേടിയെടുത്തിരിക്കുന്നത്. ഒരു ക്രൈം ത്രില്ലർ സിനിമ എന്നതിനോടൊപ്പം തന്നെ വയലൻസ് നിറഞ്ഞ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മഹാരാജ എന്ന സിനിമയുടെ ആദ്യ പകുതിക്ക് ഡീസന്റ് അഭിപ്രായങ്ങളാണ് ലഭ്യമായതെങ്കിൽ രണ്ടാം പകുതിക്ക് ആദ്യ പകുതിയേക്കാൾ വേറെ ലെവൽ പോസിറ്റീവ് അഭിപ്രായങ്ങൾ, എക്സലന്റ് തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ആദ്യ പകുതി ഒരല്പം സ്ലോ ആയി ചിലയിടങ്ങളിൽ എന്നൊരു അഭിപ്രായം വന്നെങ്കിലും അധിക സമയം ഹ്യൂമർ രംഗങ്ങൾക്ക്, കോമഡി രംഗങ്ങൾക്ക് ആദ്യ പകുതിയിൽ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ക്ലൈമാക്സിനും ഒപ്പം തന്നെ സിനിമയുടെ BGM-നും ഒപ്പം തന്നെ ചിത്രത്തിന്റെ നോൺ ലീനിയർ എന്ന് പറയാവുന്ന തിരക്കഥയ്ക്കും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായതോടെ ആകെ മൊത്തത്തിൽ വിജയ് സേതുപതിയുടെ ഏറ്റവും പുതിയ സിനിമ വിന്നറായി മാറിയിരിക്കുകയാണ്. ഇനി നാം ഉറ്റുനോക്കുന്നത് സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനങ്ങളിലേക്കാണ്. നിലവിൽ മികച്ചൊരു ബുക്കിംഗ് സിനിമ നേടിക്കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ നിന്ന് മമത മോഹൻദാസ്, അഭിരാമി തുടങ്ങിയവർ കൂടി ഭാഗമായ സിനിമ കേരളത്തിലും റിലീസിനായിട്ട് എത്തിയിട്ടുണ്ട്. മോശമല്ലാത്ത സ്ക്രീൻ കൗണ്ട് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ കാര്യമായ ബുക്കിംഗ് ഒന്നും തന്നെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. അപ്പോൾ കുരങ്ങ് ബൊമ്മൈ സംവിധായകന്റെ ഏറ്റവും പുതിയ സിനിമയ്ക്കും നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുകയാണ്. കാത്തിരിക്കൂ മഹാരാജ വാർത്തകൾക്കായി.